സംസ്ഥാനത്ത് മൂന്നാമതും LDF സർക്കാർ അധികാരത്തിൽ വരണമെന്നാണ് ജനങ്ങൾ പറയുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തെ വികസനത്തിലും ജനങ്ങളുടെ ജീവിത നിലവാരത്തിലും വലിയ മാറ്റമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലപ്പുറം CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ നവീകരിച്ച കെട്ടിടോദ്ഘാടനം നിർവഹിച്ചതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. LDF സർക്കാരിന്റെ 10 വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം. സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ കഴിഞ്ഞു, നിക്ഷേപ സൗഹൃദമാക്കി, അടിസ്ഥാന സൗകര്യങ്ങൾ മാറി, ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ നൽകാൻ കഴിഞ്ഞു. മൂന്നാമതും LDF സർക്കാർ വരണമെന്നാണ് ജനങ്ങൾ പറയുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. LDF വരണം എന്ന് നാടിൻ്റെ എല്ലാ വിഭാഗങ്ങളും പറയുന്ന നിലയുണ്ടാകുന്നു. 600 രൂപ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. ആ 18 മാസത്തെ കുടിശ്ശികയും ആദ്യം കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു. പിന്നെ പടിപടിയായി വർദ്ധിച്ചു. 600 രൂപ ഉണ്ടായിരുന്ന കാലത്ത് അതിന് കുടിശ്ശിക എത്ര? 18 മാസം. ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലെ വലതുപക്ഷം പ്രതിസന്ധിയിലായെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ പറഞ്ഞു. കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും EMS പ്രതിമയുടെ അനാച്ഛാദനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മുതിർന്ന നേതാവ് പാലൊളി മുഹമ്മദ് കുട്ടി പതാക ഉയർത്തി. ജില്ലാ സെക്രട്ടറി VP അനിൽ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, മന്ത്രി V. അബ്ദുറഹ്മാൻ, ജില്ലയിലെ MLAമാർ, സ്ഥാനാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. മലപ്പുറം ജൂബിലി റോഡിലെ പഴയ കെട്ടിടം പൊളിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. മികച്ച സൗകര്യങ്ങളോടുകൂടിയ 3 നില കെട്ടിടത്തിൽ കോൺഫറൻസ് ഹാൾ, മിനി ഹാൾ, മീഡിയ ഹാൾ, റഫറൻസ് സൗകര്യങ്ങളോടുകൂടിയ ലൈബ്രറി എന്നിവയുണ്ട്. കൈരളി ന്യൂസ്, മലപ്പുറം.